വ്ലോഗിലേക്ക് സ്വാഗതം. ഇൻഫോടെക് വ്ലോഗാണോ? വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് പ്രവീൺ മച്ചാൻ പറയും. ഇന്ന് നമ്മ ഒരു അവാർഡ് അവാർഡ് നമ്മൾ നേരത്തെ വാങ്ങിച്ചു. ഇന്ന് നമ്മേ ഒരു പ്രോഗ്രാമിന് പോവുകയാണ്. എന്ത് പ്രോഗ്രാം? അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സ്. Yes. അപ്പൊ മച്ചാന്മാരെ, ഇന്ന് നമ്മള് അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സിൽ പോയിട്ട് അവിടെ എന്താ പറയാ, നമ്മൾ ടിവിയിലൊക്കെ കാണാറുള്ള ഒറിജിനൽ കോമഡി സ്കിറ്റുകൾ നേരിട്ട് കാണാൻ പോവാണ്. എന്താണ് അതിന്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ സ്റ്റുഡിയോ, എന്താണ് ഫ്ലോർ, എല്ലാം ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു. അപ്പൊ എന്തായാലും അമൃത ടിവി ഇന്ന് നമുക്കൊരു ക്ഷണം വന്നായിരുന്നു ഇന്ന് അവരുടെ കോമഡി മാസ്റ്റേഴ്സ് ഷോയിലേക്ക്, അല്ലെ? അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ പോവാൻ പോവാണ്. പ്രവീണെ കുളിച്ച് റെഡി ആയിക്കോ, പല്ലേക്കാൻ മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പോവാൻ പോവാണ്. ഓക്കെ, ബൈ ബൈ. അങ്ങനെ മാളയിൽ പൊയ്യയിൽ സമാധാനമായിട്ടിരുന്ന പ്രവീണെ വിളിച്ചുകൊണ്ട് നമ്മളിപ്പോ കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അമൃതയുടെ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ, അമൃത ടിവിയുടെ സ്റ്റുഡിയോയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ കൊച്ചിയിലെ നല്ല ട്രാഫിക് ഒക്കെ ഒന്ന് ഒതുങ്ങി വരുന്ന സമയം, നമ്മളിപ്പോൾ ഒരുപാട് വൈകി. നമ്മൾ പെട്ടെന്ന് എത്തി അമൃത. അതെ, അങ്ങനെ നമ്മൾ അമൃതയിലേക്ക് എത്തി. വണ്ടി കൊണ്ടുപോയി എവിടെയെങ്കിലും നമുക്ക് ഒതുക്കാം. എത്തി മക്കളെ, സ്ഥലമെത്തി. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. വന്ന പാടെ നമ്മൾ ഇത്തിരി ലൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ മേക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിനു മുമ്പ് നമ്മൾ ഈ ഫ്ലോറിൽ ഒന്ന് വന്ന് മേക്കപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇതേ റൂമിൽ വെച്ച് തന്നെ ഞാനും പ്രവീൺ മച്ചാനും ഇതുപോലൊരു മേക്കപ്പ് കിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായി അവാർഡ് വാങ്ങിക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ. അന്ന് നമ്മളുടെ ഡ്രസ് കോഡ് എന്ന് വെച്ചാൽ ഒരു കോട്ടായിരുന്നു. കാരണം അവർ തന്നിരുന്ന ഒരു കളർ തീമും അതുപോലെ തന്നെ ഡ്രസ് കോഡൊക്കെ ആയിട്ട് നമ്മൾ പോയി. അന്ന് മിഥുനായിരുന്നു നമുക്ക് അവാർഡ് കിട്ടിയായിരുന്നു കേട്ടോ. അന്ന് പ്രവീൺ മച്ചാനെ അന്ന് അവാർഡ് വാങ്ങിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അതങ്ങനെ വലിയൊരു സദസ്സായിരുന്നു. അവിടെ വെച്ചാണ് ബെസ്റ്റ് ടെക് ഇൻഫ്ലുവൻസേഴ്സിനുള്ള അവാർഡ് നമ്മുടെ എംഫോടെക്കിന്, അതായത് എനിക്കും പ്രവീൺ മച്ചാനും കൂടി കിട്ടിയത്. ആ ഒരു അവാർഡ് കൂടി നമ്മുടെ വീഡിയോ കാണുന്ന മച്ചാന്മാരെ കൊള്ളാം കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ അവാർഡും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മളിത് ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വരുന്നത്. കണ്ടോ, അന്ന് കിട്ടിയ അവാർഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഫ്ലോറിൽ വന്നേക്കട്ടോ. അപ്പോൾ ഫ്ലോറിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇപ്പോൾ ഇവിടെ മലപ്പുറത്ത് കുറച്ച് ചേച്ചിമാർ വന്നിട്ടുണ്ട്. ഇന്ന് എന്താ പരിപാടി നിങ്ങളെ? കേക്ക് മിക്സിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ കേക്ക് മിക്സിംഗ് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ചേച്ചിമാർ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ടായിരിക്കും കേട്ടോ ഷോ ഒന്ന് കാണുന്നതും, അതുപോലെ എന്താ പറയുക, നല്ല രസമാണ് ഇവിടെ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നത് ഇവിടെയാണ്. പിന്നെ സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 180 കവറേജ് കിട്ടുന്ന വലിയൊരു LED വാൾ കേട്ടോ. നോക്കി, ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ഫ്ലോറുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു LED വാൾ നോക്കി, ഈ അറ്റത്തും തുടങ്ങി അറ്റം വരെ ഒരു 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 എന്താ പറയുക, ഒരു കർട്ടൻ അങ്ങ് ഇട്ട് വെച്ചിരിക്കുന്ന പോലത്തെ വലിയൊരു LED വാൾ. ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടാ. പിന്നെ നമ്മുടെ ഫ്ലോർ എന്നും കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമാണ് ഫ്ലോറിലെ കാഴ്ചകൾ. അവിടെയാണ് നമ്മുടെ ശ്വേത ചേച്ചി ഇരിക്കുന്ന സ്ഥലത്തെ, അവിടെയാണ് കേട്ടോ. അതേ കോമഡി മാസ്റ്റേഴ്സ് എഴുതിയേക്കണ കണ്ട, അവിടെയാണ് നമ്മുടെ ശ്വേത ചേച്ചി ഇരിക്കുക. അതുപോലെ തന്നെ ക്രൂ ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതല്ല, വേറൊരു ലോകമാണിത്. അങ്ങനെ നമ്മുടെ ഫ്ലോറിലെത്തി നമ്മൾ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കാണ്. നമ്മുടെ എക്സ്പെരിമെന്റിന് വേണ്ട സാധനങ്ങളൊക്കെ അടുപ്പിച്ചത്. ഇന്നത്തെ മെയിൻ ആളെന്ന് വെച്ചാൽ നൈട്രജൻ ആണ്. അതിനുശേഷം നമ്മുടെ ആങ്കറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കാണ്. അപ്പൊ ഇന്ന് നമ്മൾ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോർ എന്തായാലും തകർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിച്ചു പൊളിക്കും. അതിനുള്ള സെറ്റപ്പുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോരോ പരിപാടികൾ എല്ലാവരും ഒന്ന് ചില്ലാക്കി എടുക്കണ്ടേ. തിരിച്ചു വരുമ്പോൾ മച്ചാന്റെ കൂടെ ഞാനും എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ജിയ മച്ചാനെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്താണ്? ഈ കുട്ടിക്ക് എന്തോ ഇന്ന് കൊടുത്തിട്ടുണ്ട്, ഭയങ്കര എനർജി അല്ലേ? നോക്കൂ, ഞാൻ വെറുതെ ഒരു വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഈ ബീക്കർ ഐസ് ആയി. പോരാത്തവരുണ്ട്. ഗസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒരു ഐഡിയ ഇല്ല, കാരണം ഇത് ശ്വേത മാം പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ക്രയോ പ്രിസർവേഷൻ എംഫോടെക്കിനെ ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് ജിയോ മച്ചാനെ ഭയങ്കര വിശ്വാസമാണ്. പ്രവീൺ മച്ചാനെ ഭയങ്കര വിശ്വാസമാണ്. ആദ്യമേ ഗ്യാരണ്ടിക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ബിസ്ക്കറ്റ് ഉണ്ട്. ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ ഒരു ആസിഡ് മുക്കിയ ബിസ്ക്കറ്റ്, ആസിഡ് അല്ല ലിക്വിഡ്, പോക വരുന്ന ബിസ്ക്കറ്റ് അതാണ് ഞങ്ങൾ കഴിക്കുകയാണ്. പോയപ്പോഴൊരു സൈഡ് 1 2 3 ഗോ. ഫ്ലിപ്പ് ചെയ്തോ. സെറ്റിൽ എന്തോ പൊട്ടി. സെറ്റിൽ എന്തോ പൊട്ടി. ശ്വേത ചേച്ചി വിട്ട ലാസ്റ്റ് റോക്കറ്റ് ഒരു അങ്ങ് ശൂന്യാകാശത്ത് പോയി തട്ടി. അതെ, അവിടെ എന്തോ ഒരു സാധനം.
ഇല്ല അതെന്തോ അല്ല ആ ബാറിന്റെ ഇതാ പോയേക്കണേന്ന് തോന്നുന്നു. അപ്പൊ ഇത് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണല്ലേ. ഇനിയിപ്പോ നമ്മുടെ അടുത്ത പരിപാടി പിടിക്കണം. അടുത്ത പരിപാടിയല്ല, നമ്മുടെ സ്വന്തം മെൻഡോബിയിലേക്കാണ് നമ്മുടെ യാത്ര. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പരിപാടികളൊക്കെ തീർത്തു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോ സമയം ഇപ്പോ ഏകദേശം ഒന്ന് ഇരുട്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സിലെ ഷൂട്ടും അതുപോലെ എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്ലോർ ആയിരുന്നു, എന്താ പറയാ, നല്ല രസമായിരുന്നു അവിടെ. എന്താ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ശരിക്കും മിസ് ചെയ്യണം. അപ്പൊ പിന്നെ നമ്മൾ നേരെ നമ്മുടെ സ്വന്തം മെൻഡോബിയിലേക്കാണ് പോകുന്നത്. ഓ, അങ്ങനെ പടികെട്ടുകൾ കയറി ക്ഷീണിതനാവേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ അവിടത്തെ എന്താ പറയാ ആ ഒരു ഹാങ് ഓവറൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്വന്തം മെൻഡോബിയിലേക്ക് വന്നേക്കാണ്. സത്യം പറഞ്ഞാൽ കുറച്ചിട്ട് റെസ്റ്റ് ചെയ്യണം. പിന്നെ മെൻഡോബി എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരണം. സാധാരണ ഒരു ട്യൂഷനാണോ മെൻഡോബി? അല്ല. ഞാൻ പറഞ്ഞുതരാം, ബാ. അപ്പോൾ നമ്മുടെ എറണാകുളത്തുള്ള മെൻഡോബിയുടെ ഓഫീസിലാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡെസ്കിൽ നമ്മുടെ കുട്ടികളുണ്ട്, ഇവിടെ ടീച്ചേഴ്സ്. ഇതെന്താ സംഭവം എന്ന് അറിയോ? ഞാൻ വിളിച്ച് പറഞ്ഞു ഇവൻ്റെ അടുത്ത്, ഇപ്പോൾ ഞാൻ ഒന്ന് വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ എക്സാമിനൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടൂലേ, അതുപോലെ ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യണമാണ് കേട്ടാ. നാച്ചുറലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അവന്മാരെ പറ്റിച്ചതാണ്. അപ്പോൾ എന്താണ് മെൻഡോബി എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാധാരണ ഒരു ട്യൂഷനാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ഇത് കയറി വന്നപ്പോൾ ഒന്ന് ചില്ലാക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും മെൻഡോബിയിലെ ക്ലാസ്സുകൾ എങ്ങനെയാണ് പോകുന്നതെന്നുള്ള കാര്യം ഇത് മെയിനായിട്ട് പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. മെൻഡോബിയിലെ എങ്ങനെയാണ് ട്യൂഷൻ പോകുന്നതെന്നുള്ളത് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബാ, ക്ലാസ് റൂം കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഓൺലൈൻ ട്യൂഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് ഈ കാണുന്നതെല്ലാം ഈ B6 എന്ന് എഴുതിയിട്ടില്ലേ, ഇതെല്ലാം B സ്റ്റുഡിയോസ് ആണ്. അപ്പോൾ ഇത് B6. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലാസ് നടക്കായിരിക്കും. ഓക്കെ, അറ്റ് എ ടൈം ഇവിടെ ക്ലാസ് നടക്കുന്നത് കാണാൻ പറ്റും. എക്സ്ക്യൂസ് മീ സാർ. ഓക്കെ, അപ്പൊ അതെ മെൻഡോബിയുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പരിചയപ്പെടുത്താവോ കുട്ടികളെ? ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരാണ്. യെസ്, പിള്ളേര് നമ്മളിതാ പിള്ളേരാണ് 10th CBSE അപ്പൊ അറ്റ് എ ടൈം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളെ നിങ്ങൾക്ക് അവിടെ കാണാം. ലൈവ് ദേ നമ്മളെ ഈ സ്ക്രീനിൽ കാണാം. ഗ്രീൻ സ്ക്രീൻ ടെക്നോളജി ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഗ്രീൻ സ്ക്രീൻ ആണെങ്കിലും അവിടെ സ്ക്രീനിൽ വരുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളിലായിരിക്കും വരുന്നത്. കൂടെ നമ്മുടെ സാറുണ്ട്, പവിൻ സാറാണ്. ഓക്കെ, അപ്പോ ഇതേപോലെ ഓരോ സ്റ്റുഡിയോയിലും ക്ലാസ് നടത്തുന്നത്. താങ്ക് യു സാർ. മക്കളെ ബൈ, കാണാം. ഓക്കെ ഓക്കെ, അപ്പോ ഇതേപോലെ ഓരോ സ്റ്റുഡിയോസിലും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ സാർ കുട്ടികൾക്ക് റെസ്റ്റ് കൊടുത്തേക്കാണോ? കഴിഞ്ഞു. ഓക്കെ, ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ സമയം 8:30 എക്സ്ക്യൂസ് മീ, ഹായ് ജൂലി പ്ലീസ്, ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികളെ കാണാൻ വന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ജീവമച്ചാന്റെ. ഹായ്, ഒരു ഹായ് തന്നെ എല്ലാരും, ഹായ് തന്നെ. എങ്ങനെ പോണു പഠിപ്പൊക്കെ? ജൂലിയറ്റ് മിസ് എങ്ങനെയുണ്ട്? യെസ് യെസ് യെസ്, എല്ലാവരും അൺമ്യൂട്ട് ഓൾ. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടെങ്കിൽ പറയാലോ. മക്കളെ എന്തുണ്ട് വിശേഷം? സുഖാണ് എല്ലാവർക്കും? നമുക്ക് ഇവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഞാനൊന്ന് കാണിച്ചാൽ. യെസ്, ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യാ അത് എഴുതിയേക്കാം. ഓക്കെ, താങ്ക് യു.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അറ്റ് എ ടൈം 15 സ്റ്റുഡിയോകളിലായിട്ടാണ് ഓൺലൈൻ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ ഇത്രയധികം കുട്ടികൾ വരുമ്പോൾ അവരെങ്ങനെ മോണിറ്റർ ചെയ്യും? അവർ എന്താ പറയുക, നമ്മുടെ കുട്ടികളല്ലേ, അവർക്ക് എന്തെങ്കിലും കുരുത്തക്കേടുകളും ക്ലാസ് ശ്രദ്ധിക്കാണ്ടിരിക്കുക, അതുപോലെ തന്നെ പലർക്കും പല പല പ്രശ്നങ്ങളുണ്ടാവും. അതിനെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്, അതിന് കാട്ടിത്തരാം. അപ്പോൾ ദേ നമ്മുടെ ഫ്രണ്ട് ഡെസ്കിൽ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോഗും വാളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലും സർപ്രൈസ് ഉണ്ട്. നമ്മളുടെ ഈ വാള് തന്നെ ഒരു സ്റ്റുഡിയോയുടെ ഭാഗമാണ്. ഇതേ ഞാനിവിടെ തുറക്കുകയാണെങ്കിൽ സർപ്രൈസ്. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഒരു ആള് വന്നിട്ടുണ്ട്. അപ്പോ ആരാണ് എന്ന് സമയം കൊടുത്തില്ല. ഞാനൊരു ഇൻട്രോ ഒക്കെ ഇട്ട് ഒന്ന് ഹൈപ്പിടാന്ന് വിചാരിച്ചതാണ്. ചാടിക്കേറി വന്നു. ഒരു സ്റ്റുഡിയോയിൽ കാണിച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയുടെ പരിപാടി നിർത്താണ്. വെൽക്കം ചെയ്യാം. ഹലോ, ഹായ്. സോ എല്ലാരും എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളൊക്കെ കാത്തിരുന്ന അല്ലേ, ഇവരെല്ലാരും ബയോമോളിക്കളൊക്കെ പഠിച്ച് കണ്ടോ. ക്ഷീണിച്ചിരിക്കുകയാണ് കുട്ടികൾ. എല്ലാരും ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുക്കൂ സർ. എല്ലാരും സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ എന്തായാലും ഞാൻ ഇറങ്ങാണ്. ബൈ ബൈ. ക്ലാസ് ഇറങ്ങട്ടെ. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോയിലെ വിശേഷങ്ങൾ. അങ്ങനെ 15 സ്റ്റുഡിയോകളിലായിട്ട് അറ്റ് എ ടൈം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറേ, എനിക്കൊരു ഡൗട്ട്. ഓരോ ക്ലാസ് റൂമിലും ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പൊ അവിടെ ഒരു ടീച്ചറും അതുപോലെ തന്നെ അവിടെ ഹോസ്റ്റും ഉണ്ട്. ആ രണ്ടുപേർക്ക് ഇത്ര കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുമോ? നമ്മള് തീർച്ചയായിട്ടും മെന്റർബിക്ക് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. കാരണം കുഞ്ഞുമക്കളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെ മെന്റർബിക്ക് ഉണ്ട്. അതില് മെന്റർബിയിൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞുമക്കളുടെ വീഡിയോസ് അത് മസ്റ്റ് ആയിട്ട് ഓൺ ആയിരിക്കണം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. ഓൺലൈൻ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളിൽ അവരുടെ വീഡിയോ കൃത്യമായിട്ട് ഓൺ ആയിരിക്കണം. അവരുടെ അറേഞ്ച്മെന്റ് അത് മെന്റർബി പറയുന്ന രീതിയിലായിരിക്കണം. അവരുടെ ഡിവൈസ് ഫിക്സ്ഡ് ആക്കി വെച്ച് അവരുടെ ബോത്ത് ഹാൻഡ് ഷുഡ് ബി വിസിബിൾ ഓൺ ദ സ്ക്രീൻ. അതേപോലെ ഉള്ള രീതിയിലുള്ള ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റ് കുഞ്ഞുമക്കളെ തീർച്ചയായിട്ടും കീപ്പ് ചെയ്യണം. നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അറ്റ് എ ടൈം നമ്മുടെ ഓരോ കുട്ടികളെയും കൃത്യമായിട്ട് വാച്ച് ചെയ്യാനായിട്ട് എത്ര പേരാണെന്ന് നോക്കിയാൽ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എത്ര പേരാണ്. അതായത് അവിടുത്തെ ഒരു ടീച്ചർ, അതുപോലെ തന്നെ മെന്റർ, ടീച്ചർ അസോസിയേറ്റ്, ഡിജിറ്റൽ ക്ലാസ് ഇൻവിജിലേറ്റർ, ടീച്ചേഴ്സ്, ഇത്രയും പേര് കുഞ്ഞുമക്കളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത്ര പേര് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് 6 പേരാണ് അറ്റ് എ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല എക്സാം നടക്കുന്ന സമയത്ത് മെന്റർബിയിലെ എല്ലാ ദിവസവും എക്സാം ഉണ്ട്. എക്സാം നടക്കുന്ന സമയത്ത് മക്കളുടെ ഒപ്പം പാരന്റ്സും നിർബന്ധമായിട്ടും വേണം. അതായത് ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇപ്പൊ കുട്ടി എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടിയുടെ പാരന്റ് കൂടെ ഇരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? തീർച്ചയായും. പക്ഷെ ആ പാരന്റ്സും അവർക്ക് വേണ്ടിയിട്ട് ആ സമയം മാറ്റിവെച്ച് അന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവർ എക്സാം എടുക്കുന്ന സമയത്ത് അതിനുവേണ്ടി അവർക്ക് വേണ്ടി കൂടിയിരിക്കാൻ വേണ്ടിയിട്ട് ആ പാരന്റ്സ് എടുക്കുന്ന ഇനിഷ്യേറ്റീവ് അടിപൊളിയാണ്. അപ്പോ എക്സാമിന്റെ ടൈമിൽ പാരന്റ്സ് കൂടെ ഇരിക്കുന്നുണ്ട്, അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് മെന്റർബിയുടെ റിസൾട്ടിന്റെ ഏറ്റവും വലിയ ആ ഒരു ഇത്രയും പേരുടെ എഫേർട്ടാണ് ഈ റിസൾട്ടിന് കാരണം, ഇത്രയും കുഞ്ഞുമക്കളുടെ റിസൾട്ടിന്. മെന്റർബിയുടെ ഓൺലൈൻ ട്യൂഷൻ പോലെ തന്നെ ഓഫ്ലൈനും ഒരു രക്ഷയില്ല. ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് വന്ന് പഠിച്ചു പോകാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെസ്സാണ് എപ്പോഴും കുട്ടികളുടെ മൈൻഡിൽ ഉണ്ടാവുക. പക്ഷെ മെന്റർബിയുടെ ട്യൂഷൻ അങ്ങനെയല്ല കേട്ടോ. അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മച്ചന്മാരെ, അങ്ങനെ നമ്മുടെ അവാർഡ് വാങ്ങിച്ചു, നമ്മുടെ മെന്റർബിയിൽ പോയി പിള്ളേരൊക്കെ കണ്ടു, എല്ലാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് നിർത്താറായി. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അമൃത TV ചെന്ന് കോമഡി മാസ്റ്റേഴ്സ് പരിപാടിയിലൊക്കെ പോയി ഒരുപാട് ഹാപ്പി ആയല്ലേ? അതെ, ഹാപ്പി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഇന്ന് രാത്രി 9 മണിക്ക് അമൃത TV യിലുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണണം. അപ്പോൾ ശരി, ബൈ ബൈ, ടാറ്റാ.